പാൻഡകൾ വംശനാശത്തിന്റെ വക്കിലാണ്. വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ അവ അവശേഷിക്കുന്നുള്ളൂ. ആവാസ വ്യവസ്ഥ തകർന്നതും മറ്റുമൊക്കെയാണ് കാരണങ്ങൾ. പക്ഷെ ഒരു കാരണം പ്രത്യേകമായുള്ളത് അണ്ടോൽപാദനം സ്ത്രീകളിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമേ നടക്കുന്നുള്ളൂ എന്നാണ്. ആ സമയത്ത് പുരുഷന്മാർ വന്ന് ഇണ ചേർന്നു കൊള്ളണം. അഥവാ ഇണ ചേരൽ നടന്നില്ല എങ്കിൽ പ്രജനനവും നടക്കില്ല. എന്തുകൊണ്ടാണ് ഈ ലൈംഗിക മരവിപ്പ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇതല്ലാത്ത മറ്റെല്ലാ ജീവികളും പ്രജനനത്തിനു വേണ്ടി ഇണചേരൽ വർഷത്തിൽ പലതവണ നടക്കുന്നുണ്ട്. ആനകൾ ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങൾക്കും കുറഞ്ഞ ഗർഭകാലാവധിയാണ്. അതിനാൽ തന്നെ വംശവർദ്ധനവിന് വലിയ പ്രശ്നമില്ല. നമുക്കറിയാനുള്ളത് മനുഷ്യനെ പോലെ മൃഗങ്ങളും ആനന്ദത്തിനു വേണ്ടി ഇണചേരാറുണ്ടോ എന്നതാണ്. സയന്റിസ്റ്റുകൾ 7ഓളം ജീവികളെ അത്തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡോൾഫിനാണ്. ഡോൾഫിൻ ഗർഭത്തിൽ പോലും ഇണചേരുന്നതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈമേറ്റുകളിൽ പലരും ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ മുതലായ കുരങ്ങുവർഗ ജീവികൾ ഇത്തരത്തിൽ ആനന്ദത്തിനു വേണ്ടി ഇണചേരുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ ചെറിയ ജീവികളാണല്ലോ. പക്ഷെ വലിയൊരു ജീവി ഈ ഗണത്തിൽ പെടുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അത് നമ്മുടെ സാക്ഷാൽ സിംഹമാണ്. സിംഹത്തെ ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ കാരണം വർഷം മുഴുവനും അവ ഇണചേരാൻ തയ്യാറെടുക്കുന്നു എന്ന കാരണത്താലാണ്. സിംഹത്തിന്റെ സാമൂഹിക ജീവിത പ്രകൃതി അനുസരിച്ച് പ്രൈഡിൽ അഥവാ അവരുടെ ഗ്രൂപ്പിൽ ആൺസിംഹങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി വേറെ പുറത്തുനിന്നും ആൺസിംഹങ്ങൾ എത്താറുണ്ട്. അങ്ങനെ എത്തിയാൽ പെൺസിംഹങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കൊല്ലും. എന്നിട്ട് നിർബന്ധപൂർവ്വം പെണ്ണിനെ ഈ സ്ട്രെസ്സിലേക്ക് എത്തിക്കും. എന്നിട്ടാണ് പുറത്തുനിന്ന് വരുന്ന സിംഹങ്ങൾ ഇണചേരുന്നത്. ഇനി പ്രൈഡിലേക്ക് പുറത്തുനിന്നും സിംഹങ്ങൾ എത്തിയില്ലെങ്കിലും സിംഹങ്ങളുടെ പതിവനുസരിച്ച് മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ മറ്റു സിംഹങ്ങൾക്ക് അഥവാ ആയമാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇണചേരുന്നതിനായി പെണ്ണുങ്ങൾ തയ്യാറെടുക്കുന്നതായും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ പരിഗണിച്ച് സയന്റിസ്റ്റ് സിംഹങ്ങളെ ആനന്ദത്തിന് വേണ്ടി ഇണചേരുന്ന ജീവികളിൽ പെടുത്തിയിരിക്കുന്നു.